നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഡീൽ ആരോപണങ്ങൾ സജീവ ചർച്ചയാക്കി നേതാക്കൾ. CPM BJP അന്തർധാര 2021 മുതലെന്ന് രമേശ് ചെന്നിത്തല. SDPI CPM ബന്ധം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നുണപ്രചരണത്തിലൂടെ പ്രതിരോധത്തിലാക്കാൻ ശ്രമമെന്നും ഡീൽ ആരോപണം ജനം തള്ളുമെന്നും മുഖ്യമന്ത്രി. RSS നേതാക്കളുമായി ഇടനിലക്കാർ വഴിയും നേരിട്ടും ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രിയാണ് UDF-നെ ആക്ഷേപിക്കുന്നതെന്ന് VD സതീശൻ. കെ സുധാകരൻ നിർണായക പദവിയിലേക്കെന്ന് സൂചന. KPCC പ്രസിഡന്റായേക്കും. അടിയന്തരമായി ഡൽഹിയിലെത്താൻ AICCയുടെ നിർദ്ദേശം. സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചു. സഹകരണ വകുപ്പിലെ പൊതു സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. 1/4 തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി. ടെൻഡർ ദിനേശ് PD സഹകരണ സംഘത്തിന് നൽകിയതിൽ ദുരുദ്ദേശമെന്ന് ആരോപണം. ചെന്നിത്തല പലതിനും പലരോടും മത്സരിക്കുന്ന കാലമാണെന്നും നുണ പറയാനും മത്സരമെന്നും മുഖ്യമന്ത്രി. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇറാൻ. അബുദാബിയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. 5 ഇന്ത്യക്കാർക്ക് പരിക്ക്. റിയാദിലേക്കുള്ള മിസൈൽ ആക്രമണം തകർത്ത് സൗദി അറേബ്യ. സുൽത്താൻ എയർബേസിൽ 12 അമേരിക്കക്കാർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. 2 LPG കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നു. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കും. പകൽ 11 മുതൽ 3 മണി വരെയുള്ള നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം. 2 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത. IPL 19-ാം പൂരം ഇന്നു മുതൽ. ആദ്യ ദിനം മാറ്റുരയ്ക്കുക റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും. മത്സരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതൽ. സംസ്ഥാനത്ത് LDF SDPI ഡീലെന്നും PDPയുമായും CPM-ന് കൂട്ടുകെട്ടെന്നും രമേശ് ചെന്നിത്തല. അതേസമയം ആരോപണം തള്ളി മുഖ്യമന്ത്രി. LDF-ന്റെ വികസന നേട്ടങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള കുതന്ത്രമെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. SDPI സംസ്ഥാന വ്യാപകമായി LDF-ന് പിന്തുണ നൽകുന്നുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. CPM BJP ഡീൽ ആരംഭിച്ചത് 2021 മുതലാണെന്നും 2021-ൽ 60-ലധികം സീറ്റിൽ BJP ഇടതുപക്ഷത്തിന് വോട്ട് മറിച്ചെന്നും 2026-ൽ അന്തർധാര ആവർത്തിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിയുടേത് പരാജിതന്റെ ആത്മവിശ്വാസമെന്നും രമേശ് ചെന്നിത്തല കൊച്ചിയിൽ വിമർശിച്ചു. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന എന്താണ്? കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്, കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിൽ മുഖ്യമന്ത്രി എന്താണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് തുടർഭരണം ഉണ്ടാകണം, UDF വരരുത്. രണ്ടുപേരുടെയും താല്പര്യം ഒന്നിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. UDF-നെ പരാജയപ്പെടുത്താൻ BJPയും CPM-ഉം തമ്മിലുള്ള ഒരു അന്തർധാര ഇവിടെ നിലനിൽക്കുക. ചെന്നിത്തല ഉന്നയിച്ച SDPI CPI ബന്ധമെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. LDF-ന്റെ വികസന നേട്ടങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനുള്ള കുതന്ത്രമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. രമേശ് ചെന്നിത്തല പലതിനും പലരോടും മത്സരിക്കുന്ന കാലമാണെന്നും ഇപ്പോൾ നുണ പറയുവാനും മത്സരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പാലക്കാട് പറഞ്ഞു. ഇത്തരം ഡീൽ പ്രചാരണങ്ങൾ ജനം തള്ളിക്കളയും. LDF പാലക്കാട് മികച്ച വിജയം നേടുമെന്നും എന്താണ് ഡീൽ ആരോപണത്തിന്റെ അടിസ്ഥാനമെന്നും ഇത് തെറ്റായ പ്രചാരണമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീലിനുമില്ല. ഞങ്ങളെല്ലാം സുതാര്യമാണ്. ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാറില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്തു പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പിൽ സഹായം ആവശ്യപ്പെട്ട് ഒരു RSS നേതാവിനെയും കണ്ടിട്ടില്ലെന്നും RV ബാബുവും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഒരേ ഭാഗത്ത് നിൽക്കുന്നുവെന്നും VD സതീശൻ. വെള്ളാപ്പള്ളി നടേശൻ തന്നെക്കുറിച്ച് വളരെ മോശമായി പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സായി. അദ്ദേഹത്തിനെതിരെ താൻ ഒന്നും പറയാനില്ലെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി വരുമെന്ന് വെള്ളാപ്പള്ളി സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നും VD സതീശൻ തിരിച്ചടിച്ചു. RSS നേതാവിനെ ADGPയെ പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീഎമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാറ് മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീഎം വെളിപ്പെടുത്തിയല്ലോ.
സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. ആർവി ബാബി ഒരു കോൺഗ്രസ് വിരുദ്ധനും ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടെ വന്ന് പറവൂരിൽ താമസിക്കുന്ന ആൾ, അയാൾക്കെതിരായിട്ട് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള വിരോധമാണ്. സ്ഥാനാർത്ഥികൾ ഡീലാരോപണം ഇന്നും തുടരുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലും ഡീലാരോപണവുമായി UDF. 10 മണ്ഡലങ്ങളിൽ BJP CPM ഡീലെന്നും അതിൽ 6ാമത്തെ മണ്ഡലം കഴക്കൂട്ടമാണെന്നും ശരത്ചന്ദ്ര പ്രസാദ്. ശബരിമല വിഷയത്തിലെ വില്ലൻ ഉള്ളത് കഴക്കൂട്ടത്തെന്നും UDF സ്ഥാനാർത്ഥി അമൃത വാർത്തകളോട് പറഞ്ഞു. ഒരു വലിയ ദൗത്യമാണ് ശരത്ചന്ദ്ര പ്രസാദിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFന്റെ കയ്യിലുള്ള മണ്ഡലം അത് തിരിച്ചു പിടിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പ്രചാരണ പരിപാടികൾ? കഴിഞ്ഞ ഒരു 2 തെരഞ്ഞെടുപ്പിലായി കോൺഗ്രസിന് പരാജയം സംഭവിച്ചു. അപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ളൊരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സർവേയിലൊക്കെ എൻ്റെ വ്യക്തിബന്ധങ്ങൾ കൂടുതലുള്ള സ്ഥലം കഴക്കൂട്ടമാണ്. എൻ്റെ വിദ്യാർത്ഥി ജീവിതം, ഞാനൊരു രാഷ്ട്രീയക്കാരനാകുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലെ ചെമ്പഴന്തി SM കോളേജിൽ നിന്നാണ്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എമർജൻസി കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ മാത്രം യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലറായി ജയിച്ചു വന്ന KSU തോറ്റ സമയമാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ളൊരു ബന്ധം, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ബന്ധം, വ്യക്തിബന്ധം എനിക്കുണ്ട്. ഒപ്പം എൻ്റെ അമ്മയുടെ കുടുംബം അവിടെയാണ്, ചേന്തി എന്ന് പറയുന്നത് കുളത്തൂർ, ആറ്റിപ്ര, ചെമ്പഴന്തി, ശ്രീകാര്യം, കാട്ടായിക്കോണം, കഴക്കൂട്ടമൊക്കെ, കടകംപള്ളിയൊക്കെ ചുറ്റിക്കിടക്കുന്ന ഒരു പ്രദേശം. പക്ഷേ എൻ്റെ കുടുംബ ബന്ധങ്ങൾക്കപ്പുറം എൻ്റെ വ്യക്തിബന്ധത്തിന് അതിനേക്കാൾ വലിയ ഈട് അവിടെ എനിക്ക് കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ ഈ ബുദ്ധി കൊണ്ട് രാഷ്ട്രീയം കളിച്ച ആളല്ല, ഹൃദയം കൊണ്ട് കളിച്ചാണ്. പക്ഷേ ഹൃദയപൂർവമായ ഒരു രാഷ്ട്രീയ ബന്ധത്തിന് വിലയുണ്ടെന്ന് ഈ തിരഞ്ഞെടുപ്പിലാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. കാര്യം പണ്ട് എൻ്റെ ശത്രുക്കളായിരുന്നവർ, എന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്നവർ, അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും, ശരത്തിന് പ്രാവശ്യം വോട്ട് ചെയ്യും എന്ന് പറയുന്ന കുടുംബസമേതം വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വികാരപരമായി ഞാൻ എവിടെ ചെന്നാലും ഞാൻ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ പരിചയപ്പെടുത്തേണ്ട, കൂടെ പഠിച്ചതാണ്, സീനിയറാണ്, ജൂനിയറാണ് എന്നൊക്കെ പറയുന്ന ഈ ഒരു 45-50 കൊല്ലത്തിനിടയിൽ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഡീൽ ആരോപണത്തിൽ മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രൻ. കോൺഗ്രസിന്റെ അത് വില കുറഞ്ഞ ആരോപണമാണ്. ഇടതുപക്ഷത്തിന് ഡീലുള്ളത് ജനങ്ങളുമായിട്ടാണ്. ശബരിമല വിവാദം ജയത്തെ ബാധിക്കില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഴക്കൂട്ടത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം വാഹന പ്രചരണ ജാഥയിലാണ്. ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ വിധിയെഴുത്തിലേക്ക് ഉള്ളത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള ആളുകളുടെ പ്രതികരണം? യഥാർത്ഥത്തിൽ അമൃത TV അല്ലേ, അമൃത TVക്കാർ ഇതിനിടയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരോട് സംവേദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടാവും ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി എന്നെ സമീപിക്കുന്നൊരവസ്ഥയാണുള്ളത്. അവരുടെ ഏറ്റവും നല്ല പിന്തുണയും സഹകരണവും എനിക്കുണ്ട്. കള്ളപ്രചാര വേലയോ, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട പത്രത്തെ BJP വിലക്കെടുത്തിട്ടുണ്ട്. പെയ്ഡ് ന്യൂസുകൾ കൊടുത്തോ ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ വർഗീയ ഭ്രാന്തന്മാരെ ജയിപ്പിച്ച് കളയാമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. ഈ നാട് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യൻകാളിയുടെയും അയ്യ വൈകുണ്ഠസ്വാമിയുടെയും നാടാണ്. ഈ നാട് മതേതരത്വം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടാണ്. സഹകരണ വകുപ്പിലെ പൊതു സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് വീണ്ടും ആരോപിച്ച് രമേശ് ചെന്നിത്തല. 1/4 തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി ടെൻഡർ ദിനേശ് BD സഹകരണ സംഘത്തിന് നൽകിയതിൽ ദുരുദ്ദേശമെന്ന് ആരോപണം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങൾ തള്ളി. സഹകരണ വകുപ്പിന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 700 കോടി രൂപയുടെ അഴിമതിക്ക് നീക്കമുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത്. 1/4 തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി ടെൻഡർ ദിനേശ് BD സഹകരണ സംഘത്തിന് നൽകിയതിൽ ദുരുദ്ദേശമെന്നാണ് ആരോപണം. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള 2 സൊസൈറ്റികൾക്ക് മാത്രം പങ്കെടുക്കാവുന്ന വിധത്തിൽ മാനദണ്ഡം പുതുക്കുകയായിരുന്നു. രജിസ്ട്രാറും മന്ത്രിയും തമ്മിൽ കള്ളക്കളിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ 700 കോടി രൂപയിലധികം നഷ്ടം വരുന്ന തരത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആർക്ക് കൊടുക്കാനാണ്? ഒരാളും കല്ല് കൊടുത്ത പോലെ ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് മുഴുവൻ
ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ സഹകരണ മേഖലയെ പരിപൂർണമായി CPMന്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണമായിരുന്നു ഇവിടെ നടന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങൾ തള്ളി. അഴിമതി എന്ന നിലയിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ നുണയായി പ്രചരിപ്പിക്കാൻ രമേശ് ചെന്നിത്തല മത്സരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് തുല്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ സംഘങ്ങൾക്ക് പൊതുവായ സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ 2021 തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. 2024 ഏകപക്ഷീയമായി TCS പിന്മാറുകയായിരുന്നു. നടപടികളെല്ലാം സുതാര്യമായിട്ടാണ് നടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ ആരോപണം ഉന്നയിക്കുക, അതുമാത്രമാണ് ഉദ്ദേശം. എല്ലാം സുതാര്യമായി നടന്നതാണ്. ഈ ആരോപണത്തിൽ ഒരു വസ്തുതയും ഇല്ലാത്തതുമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അയ്യപ്പന്റെ സ്വർണം പാർട്ടി നേതാക്കൾ മോഷ്ടിച്ചു എന്നാണ് കണ്ടെത്തിയതെന്നും എന്നാൽ പ്രതികൾക്ക് പൂർണ്ണമായ സംരക്ഷണം സർക്കാരും പാർട്ടിയും നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതികൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് പ്രതികൾ പുറത്തു വന്നത് എന്നും VD സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കന്മാർക്കെതിരായി എന്തുകൊണ്ടാണ് അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കി. കാരണം ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി നിയോഗിച്ച SIT ഹൈക്കോടതിയും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ ജാമ്യം തേടിപ്പോയപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കർശനമായ ഭാഷയിലാണ് അവർക്ക് ജാമ്യം വിലക്കിയത്. കാരണം ഗുരുതരമായ ആരോപണമാണ് അവർക്കുള്ളത്. അവർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുവെന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റുവെന്നും. കെ സുധാകരൻ നിർണായക പദവിയിലേക്കെന്ന് സൂചന. KPCC പ്രസിഡന്റ് ആയേക്കും. അടിയന്തരമായി ഡൽഹിയിലേക്ക് എത്താൻ ഇന്നലെ രാത്രി 10:30 AICC നിർദ്ദേശിച്ചു. സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, സുധാകരനുമായി ഒരു അനുനയ നീക്കം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ ഇനിയിപ്പോൾ വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. ഇതിനിടയിൽ ഇങ്ങനെ ഒരു അനുനയ നീക്കം അത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഒരു അനുനയ നീക്കത്തിലേക്ക് ഇപ്പോൾ നേതൃത്വം കടന്നിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്ന് വൈകിട്ട് മല്ലികാർജ്ജുന ഖർഗെയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിർണായകമായ പദവികളിലേക്ക് കെ സുധാകരൻ തിരികെ എത്തുമെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഒരുപക്ഷെ KPCC പ്രസിഡന്റ് ആയേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സീറ്റ് നിഷേധത്തിന് പിന്നാലെ വലിയ രീതിയിൽ വിമത സ്വരമുയർത്തിയ കെ സുധാകരനെ നേതൃത്വം ഇടപെട്ട് പിന്നീട് അനുനയിപ്പിക്കുകയായിരുന്നു. അന്ന് എന്തൊക്കെയാണ് ഇത്തരത്തിൽ കെ സുധാകരന് മുമ്പിൽ വെച്ചിരുന്ന വസ്തുതകൾ, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് വെച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയും അവ്യക്തത തുടരുകയാണ്. പെടുന്നതിനെയാണ് ഇത്തരത്തിൽ മഞ്ഞുരുക്കം ഉണ്ടാകുകയും സീറ്റ് നിഷേധം അംഗീകരിച്ച് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം സജീവമാകുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയത്. രാവിലെ തന്നെ കെ സുധാകരൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു. വൈകിട്ട് മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ചയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് KPCC പ്രസിഡന്റ് പദവിയിലേക്ക് തിരികെ എത്തുമെന്നുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള സൂചനയാണ് കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കെ സുധാകരൻ ഒരു നിർണായക പദവിയിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇറാൻ. അബുദാബിയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. 5 ഇന്ത്യക്കാർക്ക് പരിക്ക്. റിയാദിലേക്കുള്ള മിസൈൽ ആക്രമണം തകർത്ത് സൗദി അറേബ്യ. സൗദി സുൽത്താൻ എയർബേസിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 12 അമേരിക്കക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അബുദാബി പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദിൽ മിസൈൽ ആക്രമണ ശ്രമത്തെ തുടർന്ന് 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത്. അബുദാബി മീഡിയ ഓഫീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അബുദാബിയിലെ പ്രധാനപ്പെട്ട പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ഖലീഫ എക്കണോമിക് സോൺ എന്ന കെസാദ്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം പ്രതിരോധിച്ചതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ വീണ് 2 തീപിടുത്തമുണ്ടായി. പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിൽ പങ്കാളികളല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയതിനു ശേഷവും GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്നലെ UAEക്ക് നേരെ 6 ബാലിസ്റ്റിക് മിസൈലുകളും 9 ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചിരുന്നു. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമെന്നും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ അമേരിക്കൻ സൈന്യത്തിലെ 300-ലേറെ സൈനികർക്കാണ് പരിക്കേറ്റത്.
13 US സൈനികരുടെ ജീവനാണ് സംഘർഷത്തിൽ നഷ്ടമായത്. അതേസമയം യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാന് നേരെയുള്ള ആക്രമണം തുടർന്നാൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുമെന്ന് ഹൂതി വക്താവ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യയുടെ 2 വ്യാപാര കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കും. കൂടുതൽ കപ്പലുകൾ ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും നാവികസേന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കത്തിന് ഇറാൻ അനുമതി നൽകിയിരുന്നു. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേലിന്റെ വൻ മിസൈൽ ആക്രമണം. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇറാനിലെ ആണവ നിലയങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം ഇറാനിലെ സൈനിക നടപടി ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ അരക് ബഷർ ഉൾപ്പെടെയുള്ള 2 ആണവ നിലയങ്ങൾക്കും 2 വൻകിട സ്റ്റീൽ പ്ലാന്റുകൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് പശ്ചിമേഷ്യയെ ഭീതിയിലാക്കിക്കൊണ്ട് ഇസ്രായേൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത്. ഏപ്രിൽ 6 വരെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ ഉറപ്പ്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ പ്ലാന്റ് എന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിൽ ആണവ വിഗ്രഹണ ഭീഷണിയോ ആളപായമോ ഇല്ല എന്നാണ് ഇറാനിയൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും പ്രതികരിച്ചു. ഇസ്രായേലിന് പുറമെ സൗദിയിലെ അമേരിക്കൻ കേന്ദ്രമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ടാങ്കർ വിമാനങ്ങളും ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാനുമായി ഈ ആഴ്ച തന്നെ കൂടിക്കാഴ്ച നടത്താനാകുമെന്നും മുന്നോട്ട് വച്ചിട്ടുള്ള 15 കരാറിൽ ഇറാൻ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. എന്നാൽ ഇറാനിലെ സൈനിക നടപടികൾ മാസങ്ങളല്ല ആഴ്ചകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചു. ഇറാനിലേക്ക് കരസേനയെ അയക്കാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. ഉയർന്ന താപനില കണക്കിലെടുത്ത് ഇടുക്കിയിലും വയനാട്ടിലും ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടുത്ത ചൂടിനിടയിലും ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മീനച്ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കേരളം. താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. പത്തനംതിട്ടയും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിൽ 37 ഡിഗ്രിയും കടക്കും. പാലക്കാട് താപനില 39 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ചൂട് കടുക്കുമ്പോഴും ആശ്വാസ വാർത്തയുമായി വേനൽ മഴയും എത്തുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. KPCC നിർദ്ദേശപ്രകാരമാണ് നടപടി. ലൈംഗിക പീഡന പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് പ്രശോഭിനെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്തെത്തിയത്. അതേസമയം പീഡന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് യുവതിയിൽ നിന്ന് മൊഴിയെടുത്തു. കൗൺസിലറായ പ്രശോഭ് C. വത്സൻ നിലവിൽ ഒടുവിലാണെന്നാണ് പോലീസ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം. പരാതിക്കാരിയായ യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസമാണ് ദളിത് യുവതി പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭ് C. വത്സനെതിരെ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയത്. പാലക്കാട് നഗരസഭ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രശോഭ് C. വത്സൻ. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്.
ഡൽഹിയിൽ ഇൻഡിഗോ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. വിശാഖപട്ടണത്ത് നിന്ന് ഡൽഹിയിലേക്ക് 161 യാത്രക്കാരുമായി എത്തിയ വിമാനമാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. ബോയിംഗ് 737 വിഭാഗത്തിൽപ്പെട്ട 6E579 എന്ന വിമാനത്തിന് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ ബന്ധപ്പെട്ടു. വിമാനത്താവളത്തിൽ പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വിമാനം സുരക്ഷിതമായി താഴെയിറക്കി. രാവിലെ 10:30 സംഭവം. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. UDF മികച്ച വിജയം നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി അമൃത ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന UDF സംവിധാനത്തിൻ്റെ നെടുന്തുണായ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലാണ്. UDFിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയിൽ സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ട ഇതിനിടയിലാണ് മലപ്പുറത്ത് സ്വന്തം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അദ്ദേഹം സമയം കണ്ടെത്തുന്നത്. മലപ്പുറത്ത് നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ഈ അവസരത്തിൽ മലപ്പുറത്തിൻ്റെ കുഞ്ഞാപ്പയെ വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ ഭൂരിപക്ഷം റെക്കോർഡിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണികൾ. എങ്ങനെയാണ് വീണ്ടും മലപ്പുറത്തെത്തുമ്പോൾ അണികളുടെ ഒരു പ്രതികരണം? വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ സംബന്ധിച്ച മീറ്റിംഗ് എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ മീറ്റിംഗാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 100% വിജയം ഉണ്ടായ സ്ഥലമാണ്. വൻ ലീഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് മത്സരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മലപ്പുറത്ത് വികസന കാര്യത്തിൽ വളരെ പിറകിലാണെന്നാണ് മറ്റുള്ളവർ ആരോപണം. റോഡുകളുടെ വികസനമൊക്കെ നടക്കുമ്പോൾ മറ്റുള്ള വികസനം ഉണ്ടായില്ല എന്നാണ് എതിർ പാർട്ടികൾ ആരോപിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അതവരെല്ലായിടത്തും പറയുന്നതല്ലേ, ഇവിടെ വികസന കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ഈ കേരളത്തിൽ മുഴുവൻ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു കുറവുണ്ട്. കാരണം വെച്ചാൽ ഫണ്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ റോഡ് നന്നാക്കാനും മറ്റിരുന്നും ഫണ്ട് കൊടുക്കില്ല. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഞങ്ങൾ UDF തവണ ഗവൺമെൻറ് വരും. ഈ നിയോജകമണ്ഡലങ്ങളൊക്കെ നന്നായി നോക്കും. മുസ്ലിം ലീഗിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കും നല്ല പരിഗണനയാണ് ഇത്തവണ. ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചനയാണോ ഇത് കാണിക്കുന്നത്? അല്ല, യുവാക്കളെ നന്നായി പരിഗണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. മലപ്പുറത്തിൻ്റെ സ്വന്തം കുഞ്ഞാപ്പയെ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും നിയമസഭയിലെത്തിക്കുമെന്ന വാശിയിലാണ് അണികൾ. മലപ്പുറത്ത് നിന്ന് ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്. G. സുധാകരൻ എഫക്ട് ജില്ലയിൽ LDFനെ ബാധിക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഇക്കുറി ഉണ്ടാകുമെന്നും സജി ചെറിയാൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പരാമർശമൊന്നും ഇനി മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് പോയി, അതെല്ലാം കഴിഞ്ഞ അദ്ദേഹങ്ങളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വം മറുപടി പറയുകയും ചെയ്യും. വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല. പിന്നെ അദ്ദേഹം പോയതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ CPM എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മികച്ച വിജയം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലത്തുണ്ടായ വിജയം ആവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 8 മണ്ഡലമായിരുന്നു. ആ 8 മണ്ഡലം ഉറപ്പായി ജയിക്കും. ഹരിപ്പാട് പിടിച്ചെടുക്കുന്നതിനുള്ള നല്ല ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതും ഞങ്ങൾ സാധ്യമാക്കാനാണ് സാധ്യത. IPL 19ാം സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന് 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന IPL പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഈ ആവേശം വാനോളം ഉയരാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 19ാം സീസണിന് തുടക്കം കുറിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സ്വന്തം തട്ടകത്തിൽ നേരിടുന്നതോടെയാണ്. പിന്നാലെ ഓരോ ടീമുകളായി കളത്തിലെത്തും. എല്ലാവരുടെയും ലക്ഷ്യം കിരീടം മാത്രം. നായകൻ രജത് പട്ടിദാറിന്റെ കീഴിൽ വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും ദേവ്ദത്ത് പടിക്കലും ഭുവനേശ്വർ കുമാറും അടങ്ങുന്ന ശക്തമായ നിരയുമായാണ് ബംഗളൂരു കളം നിറയുന്നത്. മറുവശത്ത് പുതിയ നായകൻ ഇഷാൻ കിഷന് കീഴിലെത്തുന്ന സൺറൈസേഴ്സും വിജയത്തോടെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, അഭിഷേക് ശർമ്മ എന്നിവരടങ്ങുന്ന സ്ഫോടനാത്മകമായ ബാറ്റിംഗ് നിര ഹൈദരാബാദിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയം വീണ്ടും ഒരു IPL സീസണ് സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങുകൾ ഇത്തവണ ഉണ്ടാകില്ല. കഴിഞ്ഞ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ചരിത്രപരമായ കിരീട വിജയത്തിന് പിന്നാലെ നഗരത്തിൽ നടന്ന വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആരാധകർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ആ വിയോഗത്തിന്റെ നോവ് മാറാത്ത സാഹചര്യത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇത്തവണ IPL ആഘോഷങ്ങൾ ലളിതമാക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ആഘോഷങ്ങളില്ലെങ്കിലും മൈതാനത്തെ പോരാട്ടത്തിന് ഒട്ടും വീര്യം കുറയില്ല. ആദ്യ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് കായിക ലോകം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.